ഹലോ, അപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിന്റ്സ്. വിത്ത് ഡയഗ്രാം വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഈ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 3 മുതൽ 4-5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഈ ഒരു ഭാഗം നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാ വരയ്ക്കുന്നതെന്നും പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ജോയിന്റ്സ് അല്ലെങ്കിൽ അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്? നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, എനിക്ക് ജോയിന്റ് പെയിൻ ആണ്, എനിക്ക് ഈ ജോയിന്റിൽ എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജോയിന്റ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജോയിന്റ്, അസ്ഥിസന്ധി? അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. അപ്പം രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്, ഈ സന്ധികൾ എന്ന് പറയുന്നത്. നമ്മൾ പൈപ്പ് ഒക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ജോയിന്റ് കേട്ടിട്ടുള്ളത് അല്ലേ. എന്താണ് ഈ ജോയിന്റ് ചെയ്യുന്നത്? ശരിക്കും രണ്ട് പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യാണല്ലേ ചെയ്യുന്നത്. സെയിം സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ട് അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഭാഗം എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെ ചലനം സുഗമമാക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് ആ ഭാഗം മൂവ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. അപ്പം ഈ അസ്ഥികളുടെ ഒരു അല്ലെങ്കിൽ ജോയിന്റ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? ചലനം സുഗമമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. നമുക്ക് അധികം വൈകാതെ നമുക്കിത് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് പഠിക്കാം. അപ്പൊ ആദ്യം എന്ത് വേണം? രണ്ട് അസ്ഥികൾ വേണം. നമുക്ക് ആ രണ്ട് അസ്ഥികളാണ് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. അപ്പൊ രണ്ട് അസ്ഥികൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സാധാരണ രണ്ട് എല്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞു പോവാൻ ചാൻസ് ഉണ്ടല്ലോ. ഈ ഒരു ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണം. ആ രണ്ട് അസ്ഥികൾ തമ്മിൽ ചേരുന്ന ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം വേണം. ആ ഒരു കാര്യത്തിനാണ് എന്ത് പറയാ, തരുണാസ്ഥി എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് അസ്ഥികളുടെയും അഗ്രഭാഗത്ത് എന്തുണ്ട്? തരുണാസ്ഥി കൊണ്ടുള്ള ഒരു വലയമുണ്ട്. ഈ രണ്ട് അസ്ഥികളുടെയും അഗ്രഭാഗത്ത് ഈ തരുണാസ്ഥി കൊണ്ടുള്ള വലയമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഈ അസ്ഥികളിലെ ഏതൊരു ഭാഗം പറയുകയാണെങ്കിലും അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ അസ്ഥികൾ തമ്മിലുള്ള ഈ ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ തരുണാസ്ഥികളുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ധർമ്മം എന്തായിരിക്കും? ഇവ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക. അപ്പൊ ഈ തരുണാസ്ഥികളുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണ്? ഈ അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക. ഇനി ഇതിന്റെ നടുക്ക് കൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൈനോവിയൽ ദ്രവം പോകുന്നുണ്ട്. ഇതും എന്താ ചെയ്യുന്നത്? ഈ സൈനോവിയൽ ദ്രവം ഈ അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സൈനോവിയൽ ദ്രവത്തിന്റെയും ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം. അപ്പൊ നമുക്ക് സൈനോവിയൽ ദ്രവം വരയ്ക്കാം. ഈ സൈനോവിയൽ ദ്രവം, അതായത് ഒരു ദ്രവം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ത് വേണം? ഒരു സ്ഥലത്തിനുള്ളിലായിരിക്കും ഈ ദ്രവം കാണുന്നത്. അപ്പൊ ആദ്യം വേണ്ടത് സൈനോവിയൽ സ്ഥലമാണ്. നമുക്ക് സൈനോവിയൽ സ്ഥലം വരയ്ക്കാം. ഈ നീല കളറിൽ കാണുന്നതാണ് എന്ത്? സൈനോവിയൽ സ്ഥലം. ഈ സൈനോവിയൽ സ്ഥലത്തിന്റെ ഉള്ളിലെ കോശങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് സൈനോവിയൽ ദ്രവം വരയ്ക്കാം. അപ്പൊ ഈ ഡോട്ട് ഡോട്ട് ഇട്ട ഭാഗമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഈ സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഈ സൈനോവിയൽ സ്ഥലത്തിനുള്ളിലെ കുഞ്ഞു കുഞ്ഞു കോശങ്ങളാണ്. സൈനോവിയൽ ദ്രവവും എന്തിനു സഹായിക്കുന്നത്? ഘർഷണം കുറയ്ക്കാനാണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ അസ്ഥി മൊത്തം കവർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ്. ഈ അസ്ഥി എന്ന് പറയുന്നത് ഈ തരുണാസ്ഥിയും അതേപോലെ ഈ വരുന്ന ഈ ഭാഗം മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാപ്സ്യൂളിനുള്ളിലാണ്. അപ്പൊ നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ക്യാപ്സ്യൂൾ. അതായത് ഈ ജോയിന്റ് മൊത്തമായിട്ട് അല്ലെങ്കിൽ അസ്ഥിസന്ധി മൊത്തമായിട്ട് കാണപ്പെടുന്നത് ഈ ക്യാപ്സ്യൂളിനുള്ളിലാണ്. ഈ ക്യാപ്സ്യൂളിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? അതായത് മൊത്തമായിട്ട് ഈ അസ്ഥിയെയും ഈ അസ്ഥിസന്ധിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ക്യാപ്സ്യൂളിനും പുറമെ കാണുന്ന ഭാഗമാണ് എന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ പല പരിമിതികളും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുകയാണെങ്കിൽ മിസ്സിനോട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഏകദേശം നമ്മളെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടയാളപ്പെടുത്താം അല്ലെ. കളറിൽ കാണുന്നതാണ് എന്ത്? നമ്മുടെ അസ്ഥി.
ഇനി സൈനോവിയൽ ദ്രവം, അത് ഈ ഉള്ളിലുള്ളത്. പിന്നെ സൈനോവിയൽ സ്ഥലം ഏതായിരുന്നു? ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ളത് സൈനോവിയൽ സ്ഥലം. ഇനി തരുണാസ്ഥിയോ? ഈ ഓറഞ്ച് നിറത്തിലുള്ള നമ്മുടെ ഈ അസ്ഥിന്റെ അഗ്രഭാഗത്ത് കാണുന്ന ഭാഗം. അതേപോലെ ഈ ക്യാപ്സ്യൂള് ഈ ഡാർക്ക് ബ്ലൂ കളറിലുള്ളതാണ് എന്ത്? ഈ ക്യാപ്സ്യൂള് കാണുന്ന ഭാഗമാണ് ലിഗമെന്റ്. സോ നിങ്ങൾക്ക് വരച്ചത് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഒന്ന് വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ജോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഇപ്പൊ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വൺ വേർഡ് ചോദിക്കാൻ വരെ ചാൻസ് ഉണ്ട്. ലിഗമെന്റ് എന്താണെന്ന്. എന്താണ് ലിഗമെന്റ്? രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ക്യാപ്സ്യൂളുകൾ കാണുന്നത്. ഈ ക്യാപ്സ്യൂളുകൾ എന്തിനെ സഹായിക്കുന്നത്? ഈ ജോയിന്റ്സിന്റെ ഈസി മൂവ്മെന്റിനെ സഹായിക്കും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? തരുണാസ്ഥി. അതായത് ഈ അസ്ഥികൾ തമ്മിൽ പരസ്പരം ഉരസാതിരിക്കാൻ, അതായത് ഘർഷണം കുറയ്ക്കാനാണ് എന്ത് സഹായിക്കുന്നത്? തരുണാസ്ഥികളെ സഹായിക്കുന്നത്. സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവം എവിടെയാണ് കാണുന്നത്? സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്ഥലത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഈ സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്ഥലത്തിലുള്ള കോശങ്ങളാണ്. ഇതിനെ സൈനോവിയൽ കോശങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ജോയിന്റ്സ് അല്ലെങ്കിൽ അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഇഫ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.